Foreign tourists were harassed by local people in Varanasi for wearing swimsuit at the ghat. Here I come. You don't have common sense. This is our holy river. Holy river. Pollution കൊണ്ട് അവിടെ ചോപ്പ് കളറായി. ഹോളി റിവർ എന്ന് ഗൈസ് നമുക്ക് ബേസിക്കലി 2 റിവറിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ കൊച്ചിയിൽ തൊട്ട് കേൾക്കുന്ന 3 പ്രധാനപ്പെട്ട നദികളാണ് ഗംഗ, യമുന, കാവേരി എന്നുള്ളത്. അതിൽ ഗംഗേൻ്റെ യമുനൻ്റെ കേസ് എടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഹൗ ടോക്സിക് ഈസ് ഗംഗ ആൻഡ് യമുന എന്നുള്ളത്. രണ്ടിനും എക്സാക്ട് സിമിലർ ആയിട്ടുള്ള ഉത്തരം വരും. 2 നദിക്കകത്തും സീവേജ് വേസ്റ്റും ഇൻഡസ്ട്രിയൽ വേസ്റ്റും കെമിക്കൽ വേസ്റ്റും മെറ്റൽ വേസ്റ്റ് അങ്ങനെ തുടങ്ങിയ എല്ലാത്തരം വേസ്റ്റുകളും ഉണ്ട്. അത്രയ്ക്കധികം വേസ്റ്റ് കൊണ്ട് റിച്ച് ആയിട്ടുള്ള നദികളാണ് ഈ ഗംഗയും യമുനയും. നമ്മൾ ജസ്റ്റ് ഈ 2 നദിയിൽ നിന്ന് വെള്ളം കോരി ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള പൊല്യൂഷൻ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ വെള്ളങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ? എന്നാൽ ഈ വെള്ളം ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തവരുണ്ട്. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ഒരുപാടധികം പ്രശ്നമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിനെതിരെ ഈ ഒരു സംരക്ഷിക്കാനൊക്കെ ആയിട്ട് കോടികൾ മുടക്കി വലിയ പ്രോജക്റ്റൊക്കെ ഉണ്ടായിരുന്നു ഗംഗ യമുനയൊക്കെ സംരക്ഷിക്കാനുള്ളത്. എന്നാൽ പ്രോജക്റ്റ് നടന്നോ ഇല്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ആൾക്കാരെ കണ്ണിൽ പൊടി വാരിയിട്ട് നല്ല രീതിയിൽ യമുനയുടെ കേസിനെടുക്കാം. ഈ യമുന നദിയിൽ രാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പത ഫോം ചെയ്യും. അതിനെ ടോക്സിക് ആയതുകൊണ്ടാണ് ഈ പതയൊക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ പത ഫോം ചെയ്യുമ്പോൾ ഇത് പത മാറ്റാനായിട്ട് ആൾക്കാർക്ക് കെമിക്കൽസ് കൊടുത്ത് ഇവർ വള്ളത്തിൽ വന്ന് കെമിക്കൽസ് അടിച്ച് ഈ പത അങ്ങ് മാറ്റും. രാവിലെ ആകുമ്പോൾ പത മാറ്റും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഫോം ചെയ്ത് തുടങ്ങും. പക്ഷേ ആൾക്കാർ നോക്കുമ്പോൾ പതയില്ല, നദി ക്ലീനാക്കി. മനസ്സിലായില്ലേ? രണ്ടാമത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യമുനേൻ്റെ സൈഡിൽ തീരത്തിനടുത്തായിട്ട് ഒരു ബാരിയർ കണക്ക് കെട്ടിയിട്ട് കുറച്ച് ഭാഗത്ത് ഒരു പുതിയ നദിക്കുള്ള സ്ഥലം അവർ കെട്ടി അവിടെ വേറെ വെള്ളം അടിച്ച് നിറച്ച് പടിയും ഉണ്ടാക്കി അവർ യമുനേനെ വൃത്തിയാക്കിയെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും എല്ലാ പ്ലാറ്റ്ഫോമിലും ഒക്കെ അങ്ങ് ഇട്ട്. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ അവർ യമുനയൊക്കെ നന്നാക്കി. പക്ഷേ ഇവർ ഇന്നേ വരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ജസ്റ്റ് ആൾക്കാരെ കണ്ണിൽ പൊടി വാരിയിടുന്നതല്ലാണ്ട് ഇന്നും ഈ ഒരു ഗംഗ യമുന ഇന്നും അവിടെ വേസ്റ്റായിട്ട് കിടപ്പുണ്ട്. ഇനി കൂടത്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെയാണ് ഇവർ ഹോളി റിവർ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. സോ ബേസിക്കലി ഇവർ പറയുന്നൊരു ഹോളി റിവർ എന്ന് പറയുന്നത് ഇന്നും വേസ്റ്റിൽ റിച്ച് ആയിട്ടുള്ള 2 റിവറാണ് ഗംഗ, യമുന. പല നദികളും അങ്ങനെയൊക്കെ തന്നെ, പക്ഷേ ഇവരാണ് ടോപ്പ് നിൽക്കുന്നത്. അതാണ് ഇവരുടെ ഹോളി റിവർ